Assalamualaikum. So, ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ കുറച്ചധികം ഓണത്തിന്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ കാണണേ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ഓൾ ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കണേ. സോ നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്താന്ന് നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് വാഴപ്പിണ്ടിയും ചെറുപയറും കൂടിയുള്ള ഒരു കറിയാണ്. അപ്പൊ ഈ വാഴപ്പിണ്ടി എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇനി കേൾക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്തു തരാം. അത് തന്നെ, വാഴ കുലച്ച് കഴിയുമ്പോൾ നമ്മളത് വെട്ടി അതിന്റെ ഉള്ളിൽ നിന്ന് പൊളിച്ചെടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും കാമ്പിനെയാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. അത് ഞാൻ ഉണ്ടാക്കുന്ന വിധവും അത് അരിയുന്ന വിധവും എല്ലാം ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളത് ഈ ഓണത്തിന് സദ്യയുടെ കൂടെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കൂട്ടുകറി തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി ഞങ്ങൾ കൂട്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ഉണ്ടാക്കി കഴിക്കണം. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ്സ് ഇടണം. അതെ. സോ നമുക്ക് അധികം ലേറ്റ് ആകണ്ട, വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടിയും ചെറുപയറും കൂടിയുള്ള ഒരു കറിയാണ്. ഈ വാഴപ്പിണ്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇത് സുപരിചിതമാണ്. എന്നാൽ തന്നെയും അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഞാനൊന്ന് പറയാം. നമ്മൾ കുലച്ച വാഴ വെട്ടി കഴിയുമ്പോൾ അതിന്റെ പിണ്ടി എടുക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊളിച്ച് ലാസ്റ്റ് ഉള്ളിലിരിക്കുന്ന ഒരു കാമ്പാണ് ഈ പിണ്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ പിണ്ടിയാണ് ഞാനിപ്പോ ഇത്ര ഒരു ചെറിയ കഷ്ണം പിണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പീസായിട്ട് അരിഞ്ഞ് കുരുതായിട്ട് മുറിച്ചെടുക്കണം. അപ്പൊ ഞാനതൊന്ന് അരിഞ്ഞ് കാണിച്ചു തരാം. അപ്പൊ ഈ പിണ്ടി നമ്മൾ അരിഞ്ഞെടുക്കണം ആദ്യം തന്നെ. അപ്പൊ അത് അരിയുമ്പോൾ അറിയാൻ പാടില്ലാത്തവർക്കാണ് ഞാൻ പറയുന്നത്. ഈ അരിയുമ്പോൾ അതിനൊരു നൂല് പോലത്തെ ഒരു സാധനം വരും. അതപ്പോ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ കാണിച്ച് ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഈ വിരലുമായിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ചുറ്റിയെടുക്കുക. എന്നിട്ട് അടുത്തത് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ആ നൂലിങ്ങനെ എടുത്തിട്ട് ഇത് ഈ വിരലുമ്പോൾ നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുക്കും. വേണ്ട, ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇത് ഫുള്ളായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മളിത് അരിഞ്ഞെടുത്തത് ആ വട്ടം ഇങ്ങനെ ചേർത്ത് കുറച്ചിങ്ങനെ വെച്ചിട്ട് ഇനി ഇത് കുരുതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒരു വെട്ടാം. എന്നിട്ട് ഇതിങ്ങനെ ഒരു വെട്ടും കൂടി വെട്ടാം. എന്നിട്ട് നമ്മളിത് ചെറുതായിട്ട് ഇതിങ്ങനെയാണ് അരിഞ്ഞെടുക്കുക. ഇങ്ങനെ എല്ലാം ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മൊത്തം ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പൊ നമ്മൾ പിണ്ടിയുടെ കൂടെ ഇടുന്നത് ചെറുപയറാണ്. ചെറുപയർ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ഇതിപ്പോ ഞാൻ കുതിർത്തിയെടുത്ത പയറാണ്, കഴുകി ക്ലീൻ ചെയ്തെടുത്ത പയറാണ്. അപ്പൊ വേണമെങ്കിൽ ഇതിൽ ഇത് അല്ലാതെ പരിപ്പും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഈ ചെറുപയർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചെറുപയർ ഞാൻ ഒരു 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനിത് ഈ കുക്കറിലാണ് വേവിക്കാൻ പോണത്. അപ്പൊ ഈ ചെറുപയറും കൂടി ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ കുക്കർ വേഗം വെന്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിക്കുന്നത്. വേണമെങ്കിൽ കലത്തിലിട്ടും നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ഈ കുക്കറിലേക്ക് ഇത് ഇടുകയാണ്. ഇനി അതിന്റെ കൂടെ ഈ പയറും ഇടണം. ഇനി അതിന്റെ കൂടെ ഒരു 3 പച്ചമുളക് അതിന്റെ കൂട്ടത്തിൽ ഇടണം. ഇനി അതിന്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടണം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നികക്കെ വെള്ളം ഒഴിക്കണം. അപ്പൊ ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 വിസില് പോണം. അതായത് ഒരെണ്ണം ഹൈ ഫ്ലെയിമിലും കളയാം, ഒരു 3 എണ്ണം ലോ ഫ്ലെയിമിലും ഇട്ടുമ്പോൾ അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പൊ നമുക്കിത് വേവിക്കാൻ വേണ്ടി സ്റ്റൗവിൽ വെക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പൊ ഞാൻ തേങ്ങ ഈ ഒരു കപ്പില് ഒരു ലേശം കുറവുണ്ട് കേട്ടോ തേങ്ങ. പിന്നെ അതിന്റെ കൂടെ ഒരു 3 ഉള്ളി രണ്ടായിട്ട് പൊളിച്ചത്, 3 ഉള്ളി, പിന്നെ ഒരു 6 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ നല്ല ചെറിയ ജീരകം. ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നമുക്ക് ഈ അരപ്പ് മുങ്ങിക്കിടക്കണ അത്രയും വെള്ളം എടുത്ത് ഇതിലൊഴിച്ചിട്ട് ഇതൊന്ന് അരച്ചിട്ട് വരാം. ഇത് നല്ല ഫൈനായിട്ട് നന്നായിട്ട് അരയണം. നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് വെന്തോന്ന് നോക്കാം. അപ്പൊ നമ്മുടെ അത് വെന്തിട്ടുണ്ട് ശരിക്കും. അപ്പൊ ഇത് 3 വിസിൽ പോയാൽ മതി. ഞാനിപ്പോ
ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും പോയി. അപ്പൊ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പൊ 4 വിസിൽ പോകണ്ട, 3 വിസിൽ പോയാൽ മതി. ഇനി നമുക്ക് ആ തേങ്ങാരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ തേങ്ങാരപ്പിന്റെ കൂടെ ഒരു ലേശം കൂടി വെള്ളം ഒഴിച്ച് ചുറ്റിച്ചെടുത്തതാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഉപ്പുണ്ടോന്നൊന്ന് നോക്കി ടേസ്റ്റ് ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഒന്ന് പതുക്കെ ഒന്ന് ചൂടാവണം. തിളക്കൊന്നും ചെയ്യരുത്, പതുക്കെ ഒരു ചൂടാവാനേ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാനുള്ളതാണ്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ച് കത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ കടുക് ശരിക്കും പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളകും കൂടി അതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് പതുക്കെ വന്ന് ഇനി നമുക്ക് ആ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇപ്പൊ ഇത് ശരിയായിട്ടുണ്ട്. ഒരുപാട് തിളപ്പിക്കണ്ട, വെറുതെ ഒന്ന് പതുക്കെ ചൂടായാൽ മതി. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കാം, ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. അടിപൊളി, നല്ല കറി, നല്ല ടേസ്റ്റ് ഉണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്, നല്ല കറി. അപ്പൊ ഈ കറി ഓണത്തിനൊക്കെ സദ്യയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്തായാലും ഇത് ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് അതിന്റെ കമന്റ്സ് പറയണം. ഇനി നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.